ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുറച്ച് ബന്ധുക്കൾ എറണാകുളത്ത് നിന്ന് വന്നിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് നമ്മൾ 2-3 അമ്പലങ്ങളിലേക്ക് കറങ്ങാൻ പോയി. ആദ്യമായി പോയത് ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം കാണാനാണ്. ഏതാണ്ട് കർണാടക ബോർഡറിനടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വരുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളല്ല. ഉള്ളിൽ കയറിയാൽ വളരെ ശാന്തസുന്ദരമാണ് ഈ അമ്പലത്തിൻ്റെ പരിസരം. കുറേ മുമ്പ് ബബിയ എന്ന ഒരു മുതലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അത്രയധികം ആളുകളുടെ പ്രവാഹമായിരുന്നു ഈ മുതലയെ കാണാൻ. മുതല ഒരു വെജിറ്റേറിയനാണ്. മാത്രമല്ല വളരെ ശാന്ത സ്വഭാവം. ആളുകൾ പ്രാർത്ഥിക്കുന്ന ശ്രീകോവിലിനടുത്ത് യഥേഷ്ടം ഇങ്ങനെ ഇഴഞ്ഞു നടക്കാറുണ്ട്. ആരെയും ഉപദ്രവിക്കാറില്ലായിരുന്നു. ഈ ബബിയ ജീവിച്ചിരുന്ന സമയത്ത് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. ബബിയയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഈ മഞ്ഞ പെയിന്റ് അടിച്ച ഈ വഴിയാണ് മുതല ഉള്ള കുളം. ഇപ്പോൾ അധികം ആരും അങ്ങോട്ട് പോകാറില്ല. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന കുളവും മുതലയുള്ള കുളവും കണക്റ്റഡ് ആണ്. ആ വഴിയിലൂടെയാണ് മുതല ഈ കുളത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ പുതിയതായി ഒരു മുതല ഉണ്ടെന്ന് പേപ്പറിൽ അറിയാനിടയായി. ഈ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. വലിയതു മുതൽ ചെറിയ മത്സ്യങ്ങൾ വരെ ഒട്ടനവധി ഉണ്ട്. ഈയിടെയായി ശ്രീകോവിലിന് മുമ്പിലുള്ള നടയിൽ വെച്ചൊന്നും ഫോട്ടോ എടുക്കരുത് എന്ന് നിരോധനാജ്ഞയുണ്ട്. മുകളിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം ഈ ശ്രീകോവിലിന് മുമ്പിലെത്താൻ. എനിക്ക് അസുഖമായതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെ നിന്നു. ബന്ധുക്കളൊക്കെ താഴെ ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോയി. ഇപ്പോൾ നമ്മൾ മറ്റൊരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മധൂർ ടെമ്പിൾ ഇവിടുത്തെ പ്രധാന അമ്പലമാണ്. കാസർഗോഡ് നിന്ന് 8 കിലോമീറ്റർ ദൂരമുണ്ട്. മധുവാഹിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൊഗ്രാൽ പുഴയുടെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. മധൂർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം എന്നാണ് മുഴുവൻ പേര്. ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പരമശിവനെ പൂജിക്കാൻ ദിവസവും രാവിലെ പൂജാരിമാർ വരുമായിരുന്നു. അവരുടെ കൂടെ വന്ന കുട്ടികൾ കളിയായി അമ്പലത്തിൽ ഒരു ചുമരിൽ ഗണപതി രൂപം ഉണ്ടാക്കി പൂജ നടത്തി. ഇത് പൂജാരിമാർ കാണുകയും പ്രശ്നം വെക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഗണപതി സാന്നിധ്യം കാണുകയും ഗണപതിയെ പൂജിക്കാൻ തുടങ്ങുകയും ചെയ്തു. പ്രധാന ഉത്സവം ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉത്സവമാണ്. പക്ഷേ ഇപ്പോൾ അതിന് ചെലവ് കൂടിയതിനാൽ അത് നിർത്തി. ശിവൻ കിഴക്കോട്ടും ഗണപതി തെക്കോട്ടും അഭിമുഖമായി വാഴുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഈ ഗണപതി ക്ഷേത്രം. ഇവിടെ നിത്യവും സന്ദർശകരാണ്. മംഗലാപുരത്ത് നിന്ന് 54 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഭംഗി തന്നെ നമുക്ക് വർണ്ണാതീതമാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ പ്രധാന അമ്പലത്തിൻ്റെ രൂപമുള്ളത്. വേറെ എവിടെയും നമുക്ക് ഇങ്ങനെയുള്ള അമ്പലം കാണാൻ സാധ്യമല്ല. ചുമരിലെ ചിത്രപ്പണികൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഉപദേവതകളായി കാശി വിശ്വനാഥൻ, ധർമ്മശാസ്താവ്,
സുബ്രഹ്മണ്യൻ, ദുർഗാ പരമേശ്വരി, വീരഭദ്രൻ, നാഗദൈവങ്ങൾ, ഗുളികൻ എന്നിവരും കുടികൊള്ളുന്നു. എല്ലാ ദിവസവും അന്നദാനമുണ്ട്. ഭക്തർ ഉച്ചപൂജക്കായി അമ്പലത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് കാണാം. എന്തെങ്കിലും കാസർഗോഡ് വരികയാണെങ്കിൽ ഈ അമ്പലം തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ്. ഇപ്പോൾ പൂജയുടെ സമയമായി. അമ്പലത്തിൽ നിന്നുള്ള പൂജയുടെ ശബ്ദം ഇപ്പോൾ പുറത്ത് കേൾക്കാം. ദൈവങ്ങളെയെല്ലാം പ്രാർത്ഥിച്ച് തൊഴുത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. ഉച്ചഭക്ഷണത്തിന് നിന്നില്ല. അവിടുന്ന് പിന്നെയും കുറേ ദൂരം സഞ്ചരിച്ചാലേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തുകയുള്ളൂ. എറണാകുളത്ത് നിന്ന് വന്ന എൻ്റെ ബന്ധുക്കൾക്കും വളരെ സന്തോഷമായി. അവരെ 2 പ്രധാന അമ്പലങ്ങളാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവരും സന്തോഷത്തിൽ തന്നെ. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാസർഗോഡിൻ്റെ മറ്റൊരു ഭാഗമായ ബേക്കൽ ഫോർട്ട് ഒക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ 2-3 ദിവസം താമസത്തിന് വന്നതിൽ നമ്മൾ മാക്സിമം അവരെ സന്തോഷിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം.